Hey guys, welcome back to Lechu Talkies. വെൽക്കം ബാക്ക് ടു പറയാൻ പറ്റില്ലല്ലേ, കാരണം എനിക്ക് തോന്നുന്നു 1 ഇയറോളം ആയി ഞാനിപ്പം വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അതിപ്പം എന്താ വെച്ചാൽ എനിക്ക് ആ സമയത്ത് ബാംഗ്ലൂർ ജോബെല്ലാം സെറ്റായി. പിന്നെ ഞാൻ ബാംഗ്ലൂരോട്ട് പോയി. ഒരു 1 ഇയർ ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ UAE പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഓണം വെക്കേഷന് നാട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഓണം വെക്കേഷൻ നാട്ടിൽ വന്നപ്പോഴത്തേക്കും അതിൻ്റെ പഴയ വീഡിയോസിന് ഇപ്പം വെറുതെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഞാൻ കുറേ വീഡിയോസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ, എന്നിട്ടിപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാണ്ട് മോശമല്ലേ അത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് പിന്നെ എന്തെങ്കിലും വീഡിയോസ് ആക്കിയിട്ട് ഇടണം. അപ്പം അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് സത്യം പറയാലോ, കണ്ടൻസ് ഒന്നും ഒരു ഐഡിയ ഇല്ല എന്നാ ചെയ്യേണ്ടതെന്ന്. അല്ലെങ്കിൽ കാര്യമുള്ള കണ്ടൻസ് ഒന്നും ഞാൻ ഇടാറില്ല, എന്നാലും കണ്ടൻസ് എന്തെങ്കിലും നല്ലത് ഇടണ്ടേ. അപ്പോൾ വലിയ കണ്ടൻസ് ഒന്നും ഐഡിയ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ച് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന്. കാരണം കുക്കിംഗ് അത്യാവശ്യം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ വെച്ചാൽ കുക്കിംഗ് എന്തെങ്കിലും ചെയ്യാം. അപ്പം പിന്നെ ഇപ്പം ലാസ്റ്റ് മൊമെൻറ്റ് തീരുമാനിച്ചത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഒരു സിമ്പിളായിട്ട് ലൈറ്റായിട്ട് ഒരു ഈവനിങ് സ്നാക്ക് പോലെ എന്തെങ്കിലും ഒന്ന് ആക്കാണ്. അപ്പോൾ ഇവിടുത്തെ റിസോഴ്സസ് എല്ലാം വെച്ചിട്ട് നിലവിൽ എനിക്ക് ആക്കാൻ പറ്റിയ സാധനം സേമിയ ഉപ്മാവാണ്. നോർമലി എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ വെച്ചു എൻ്റെ സ്റ്റൈലിൽ സേമിയ ഉപ്മാവിൻ്റെ ഒരു വീഡിയോ, കുക്കിംഗ് വീഡിയോ ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് സേമിയ ഉപ്മാവാക്കാം. അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം വെർമിസെല്ലി, നമ്മുടെ സേമിയ ഉപ്മാവാക്കാൻ വേണ്ടിയിട്ടുള്ള സേമിയ. അപ്പം ഇതൊരു നമുക്ക് ആവശ്യാനുസരണം, അതിപ്പം ഞാനിപ്പം 2 ആൾക്ക് കഴിക്കാനുള്ള അളവിലാണ് ആക്കുന്നത്. അപ്പം അതനുസരിച്ച് ഞാനെടുത്തു, നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് എടുക്കാം. എൻ്റെ പച്ചക്കറികൾ ഉള്ളി, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ വറ്റൽമുളക്, ഉപ്പ്. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ്റെ മേലാണ് ആക്കുന്നത്. ഇത് ഒരു പഴയൊരു പാത്രമാണ്. അപ്പോൾ ഈ ഒരു കടായിലാണ് ആക്കുന്നത്. ഓക്കെ, ആദ്യം പാൻ ചൂടാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കാനാണ്. ഇതിപ്പോൾ ഓയിൽ ചൂടായോ നോക്കാൻ വേണ്ടി പറ്റും കരിക്ക് സീരീസിലെ പോലെ ഇടാൻ മോനെ ഇതൊന്നും നോക്കി എന്നും പറഞ്ഞിട്ട് നോക്കി. പക്ഷെ ഇവിടെ ആരുമില്ല, ഞാൻ എങ്ങനെ ചെയ്യും? അപ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മളെ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് മുറിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. സത്യം പറയാനോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും കുക്കിങ്ങും സത്യം പറഞ്ഞാൽ നല്ല പണിയുള്ള പണിയാണ്. നോർമലി വ്ളോഗ്സിലാണ് നമ്മളിത് സിമ്പിളാണല്ലോ, അത് ചെയ്യുമ്പോൾ സത്യം പറയാനോ ഭയങ്കര. ഒന്നാമത് എൻ്റെ കയ്യിൽ സ്റ്റാൻഡൊന്നുമില്ല കേട്ടോ. സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് ഒരു കൈ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമെന്ന്, ഒരു കൈ കൊണ്ട് കുക്ക് ചെയ്യുന്നു. അതായിരിക്കും സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും തോന്നുന്നു. ബട്ട് ആംഗിളൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് ഉള്ളി നല്ലോണം വഴറ്റി കൊടുക്കാം. ആ സമയത്ത് ഞാനിവിടെ ഗ്യാസിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം വെർമിസെല്ലി ആക്കുന്ന സമയത്ത് ചൂടുവെള്ളം വേണം പോലും വയ്ക്കാൻ. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഇഞ്ചി അരിഞ്ഞു വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഇല്ലേ, വേറെ തന്നെ അതിൻ്റെ പച്ച മാറിയിട്ടുള്ള ഒരു മണമുണ്ട്, നല്ല രസമാണ്. പൊതുവെ എനിക്ക് ഇഞ്ചി അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം, വറക്കാൻ ഭയങ്കര ഇഷ്ടം, നല്ല മണമുണ്ട്. നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. സത്യം ഞാൻ ഒരു കൈ കൊണ്ട് ഞാൻ പിടിച്ചിട്ടില്ല ആക്കുന്നേ. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവുന്നു, ക്യാമറ എങ്ങോട്ടോ പോകുന്നു. ഇത് നല്ലോണം വറക്കാം. ഇടാൻ പറ്റില്ല, പച്ചമുളക് ഇട്ടിട്ടില്ല, പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഇതിന് നല്ലോണം വറുത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് കൂടി. ഈ ഉപ്പെല്ലാം വെച്ച് ഞാൻ ഏകദേശം ഒരു അളവിൽ ഇട്ട് കൊടുക്കുന്നതാണ്. അതായത് നമ്മൾ പറയില്ല ആവശ്യാനുസരണം എന്ന് പറയുന്നത്, അതാണ് കണക്ക്. നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. ഞാൻ ചിരിക്കണമെന്ന് തോന്നുന്നു തോന്നരുത്. ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഈ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആകെ മൊത്തം ഒരു
വീഡിയോ എടുത്തത് ആരെങ്കിലും ഒരു രസം ഉണ്ടാവും. പക്ഷേ ഇത് ഞാൻ ഒരു കൈ കൊണ്ടും പിടിച്ച് ഒരു കൈ കൊണ്ട് ആക്കുന്നത്. സോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ വെർമിസെല്ലി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വറുത്ത് കൊടുക്കണം. അപ്പം വെർമിസെല്ലി ഇടാം. ഇതെന്തായാലും ഒരു കൈ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വറുത്ത് കൊടുക്കുന്നത് എൻ്റെ പറ്റും തോന്നുന്നില്ല. സോ ഞാൻ ഒരു കൈ കൊണ്ട് പറ്റാത്തതുകൊണ്ട് 2 കൈയും വെച്ച് ഒന്ന് അടക്കാൻ വേണ്ടി പോയതാ. ഇളക്കി. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് വെച്ചാൽ വെർമിസെല്ലി മുങ്ങി നിൽക്കുന്നവരേക്ക് അങ്ങനെ വേണം വെള്ളം ഒഴിക്കണേ. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് വെർമിസെല്ലി മുങ്ങി നിൽക്കുന്നവരെ. ഓക്കെ, അങ്ങനെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പം വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിന് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച സൗണ്ട് കേട്ടിട്ട് പറഞ്ഞിട്ട് എണീറ്റു. ഒന്നല്ല സ്റ്റഫി, വെള്ളം ഒഴിച്ചതാ. വെള്ളം ചെറുതായി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഗൈസ്. സത്യം പറയുള്ളൂ, ഒരു കൈ കൊണ്ട് ഇത് പിടിച്ച് ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും സ്റ്റാൻഡ് വെച്ച് ഞാൻ ചെയ്യുള്ളൂ. ഇനി ഓക്കെ, എന്തായാലും മഴ വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഓക്കെ, നല്ലോണം മൂടി വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു എത്ര മിനിറ്റാ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ആയൂല്ലോ നോക്കും. അപ്പോൾ ഇതായി കഴിഞ്ഞാൽ അവിടെ തുറക്കാം. തുറന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറഞ്ഞു. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം കുറച്ച് കൂടിപ്പോയി. ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒന്ന് വറ്റട്ടെ. കാരണം ഇങ്ങനത്തെ പേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. നല്ല മണമില്ല കേട്ടോ. കുറച്ചൊരു കൂടെ ഒന്ന് വേട്ടെ. പിന്നെ എനിക്ക് പുതിയ കുക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളിപ്പം നോർമലി പറയുമല്ലോ ഒരു 1 ടേബിൾ സ്പൂൺ 1 ടീസ്പൂൺ അളവ് അങ്ങനെ ഇടണം, അല്ലെങ്കിൽ 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് വെച്ചിട്ട് കുക്ക് ചെയ്യുക, അങ്ങനെയൊന്നും നോർമലി ഞാൻ ചെയ്യാറില്ല. അതെല്ലാം നമ്മൾ ഏകദേശം എൻ്റെ ഒരു കാര്യത്തിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവല്ലോ കുക്ക് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇത്ര ഇടാം അത്ര ഇടാം. അതുപോലെ ഞാനിപ്പോൾ ചിലപ്പം ഇൻഗ്രീഡിയൻസ് കാണിക്കുന്ന അത്ര അല്ലായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ അഡീഷണലി വേറെ എന്തെങ്കിലും ഇടും. നേരത്തെ നമ്മുടെ ഐഡിയ പോലെ ഞാൻ അങ്ങനെയാണ് നോർമലി എൻ്റെ കുക്കിംഗ് ഒക്കെ അങ്ങനെയാണ്. സോ ഫൈനലി നമ്മുടെ കാണുമ്പോൾ നൂഡിൽസ് വെക്കുന്നുണ്ട്. നമ്മുടെ സേമിയ ഉപ്മാവ് ഇവിടെ റെഡി. സോ ഇതാണ് നമ്മുടെ എൻ്റെ വെർമിസെല്ലി ഉപ്മ. ഇതിലിപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേറെയും വെജീസ് എല്ലാം ആഡ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ക്യാപ്സിക്കം എല്ലാം ഞാൻ പറഞ്ഞു, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ചിലപ്പോൾ നമ്മൾ ആക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇടും. അപ്പം മഞ്ഞളിട്ട് കഴിഞ്ഞാൽ ഒരു മഞ്ഞ അടിക്കും, മഞ്ഞ ഷെയ്ഡ് ഉണ്ടാവും. ഞാൻ എന്തല്ല ക്യാമറ നോക്കണേ, ഇങ്ങോട്ടേക്ക് നോക്കണേ. ഓക്കെ, സോ മഞ്ഞൾ ഇടണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇങ്ങനെ നോർമലായിട്ട് ആക്കി. എന്താ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചില നേരത്തെ ആദ്യം ഇട്ടപ്പോൾ ഉപ്പ് കുറച്ച് കുറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി തുറന്നപ്പോൾ ടേസ്റ്റ് അപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ടു. നെക്സ്റ്റ് അത്ര വലിയ സംഭവമൊന്നും ഞാൻ പറയില്ല. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ട് പറയും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. ഓക്കെ, പക്ഷെ ഞാൻ ഇത്ര ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. നോർമലി ഞാൻ ആക്കുമ്പോൾ ഭയങ്കര വെള്ളം കൂടി. അപ്പോൾ നേരത്തെ ഒഴിച്ച സമയത്ത് വെള്ളം കുറച്ച് കൂടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. പക്ഷേ ഇല്ല, അത് ഒന്നാമത് നോൺ സ്റ്റിക്കിലാക്കിയോണ്ടാണ്. നോർമലി നോൺ സ്റ്റിക്കിലാക്കുന്നതുകൊണ്ട് അങ്ങനെ സ്റ്റിക്കി ആയിട്ട് ആവൂല. പിന്നെ നമ്മളിപ്പം വെമിസെല്ലി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടില്ലേ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ, അങ്ങനെ ചെയ്യണം. കാരണം റോസ്റ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും തണിഞ്ഞ വെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം മാത്രം ഒഴിക്കുക. തണിഞ്ഞ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കി ആവാൻ തോന്നും. അപ്പോൾ ചൂടുവെള്ളം തന്നെ മാക്സിമം ഒഴിക്കാൻ ശ്രമിക്കുക. പിന്നെന്താ വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞളിട്ട് കൊടുത്ത് കളർ വേണമെങ്കിൽ മഞ്ഞളിട്ട് കൊടുക്കാം. ഓക്കെ, അതെല്ലാം ഓപ്ഷനിലാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നോർമലി സേമിയ ഉപ്മ എല്ലാവരും ആക്കുന്ന തന്നെ. പക്ഷെ ഞാനിപ്പോൾ ഇന്നൊരു കണ്ടന്റ് എന്താ ഇടുകയെന്ന് വെച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ കത്തിയതാണ് ഈ വെർമിസെല്ലിൻ്റെത്. ഓക്കെ,
അങ്ങനെയാണ്. ഇനിയിപ്പോൾ വരുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല അടിപൊളി കണ്ടൻസ് ഇടാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.